എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത്? എത്ര തവണ ഞാൻ പറഞ്ഞു? 1500 പ്രാവശ്യം പറഞ്ഞു ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. എന്നിട്ട് പിന്നെ താൻ ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. തന്നോട് പറഞ്ഞ മനസ്സിലാകുന്നില്ല, താൻ ഇങ്ങനെ കളഞ്ഞിട്ട് പോകും. എടി ഇന്ന് എന്തെങ്കിലും വഴക്ക് പറഞ്ഞേ? എടി എനിക്ക് മടുത്തു. വർക്ക് മര്യാദക്ക് ചെയ്തു കൊടുത്താലും കുറ്റം പറച്ചിലാണ്. ഞാൻ പുറത്തെങ്ങോട്ടേലും പോയാലോ എന്ന് ആലോചിക്കുന്നത്. ഈ പട്ടിപ്പണി എടുക്കുന്നത് വിദേശത്തായിരുന്നെങ്കിൽ റെസ്പെക്റ്റും കിട്ടിയേനെ, നല്ല സാലറിയും കിട്ടിയേനെ. നിനക്ക് പുറത്തേക്ക് നോക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നീ ഓസ്ട്രേലിയ ട്രൈ ചെയ്യ്. നിനക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഓസ്ട്രേലിയയിൽ ഇപ്പൊ IT പ്രൊഫഷണൽസിന് നല്ല ഡിമാൻഡാ. ആണോ? എന്നാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ഞാൻ ഒരു കാര്യം പറയാം, ഈ വിസയുടെ പേര് പറഞ്ഞപ്പോ പല തട്ടിപ്പും നടക്കുന്നുണ്ട്. അതിലൊന്നും പോയി ചാടി പൈസ കളയരുത്. ഒരു നല്ല ഏജൻസി എന്നെ ചൂസ് ചെയ്യണം. വിശ്വസിക്കാൻ പറ്റുന്ന ഏജൻസി എവിടെ പോയി കണ്ടുപിടിക്കാനാ? എന്റെ പഴയ കമ്പനിയിൽ ഒരു ഫ്രണ്ട് ഉണ്ട്. അവൾ ഓസ്ട്രേലിയക്ക് സ്കിൽഡ് മൈഗ്രേഷൻ ഒരു ഇമിഗ്രേഷൻ കൺസൾട്ടൻസി ത്രൂ അപ്ലൈ ചെയ്തേ. PR കിട്ടി എല്ലാം സെറ്റ് ആയപ്പോൾ ഇപ്പൊ പോവാൻ നിൽക്കുക. നീ എന്നാ അവളെ വിളിച്ച ആ ഏജൻസി ഏതാണെന്ന് ചോദിച്ചു നോക്ക്. ഹലോ എടി, ഞാനൊരു കാര്യം അറിയാൻ വിളിച്ചതാ. നീ മൈഗ്രേഷൻ അപ്ലൈ ചെയ്ത ഏജൻസി ഏതാ? എന്റെ ഒരു ഫ്രണ്ടിന് സ്കിൽഡ് മൈഗ്രേഷൻ അപ്ലൈ ചെയ്യാനാ. എടി, ഞാൻ ഏവ്സ് ഓസ്ട്രേലിയ ആണ് അപ്ലൈ ചെയ്തത്. എടി, നീ എങ്ങനെയാ ഏജൻസി ചൂസ് ചെയ്തേ? എടി, ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഓസ്ട്രേലിയൻ വിസ, PR തുടങ്ങിയ കാര്യങ്ങൾക്കായി ഒരു മാറ രജിസ്റ്റേർഡ് ഏജന്റിന്റെ അടുത്ത് മാത്രമേ പോകാവൂ. അതെന്താ? ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഒഫീഷ്യലി അപ്രൂവ് ചെയ്തിട്ടുള്ള മൈഗ്രേഷൻ ഏജൻസ് ആണ് മാറ ഏജൻസ്. അത് മാത്രമല്ല, ഓസ്ട്രേലിയൻ വിസ, PR സംബന്ധിച്ച് നിയമപരമായ ഉപദേശം നൽകാൻ ഇവർക്ക് മാത്രമാണ് അധികാരമുള്ളത്. ഏവ്സ് ഓസ്ട്രേലിയയിൽ മാറ ഏജൻസ് ആണോ? അവരുടെ സർവീസ് ഒക്കെ എങ്ങനെയുണ്ട്? വിശ്വസിക്കാമോ? ധൈര്യമായിട്ട് അപ്ലൈ ചെയ്തോ. ഒരുപാട് IT പ്രൊഫഷണൽസിനെ ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ സഹായിച്ച ഇന്ത്യയിലെ തന്നെ ദ ബെസ്റ്റ് ഇമിഗ്രേഷൻ ഏജൻസിയാണ് ഏവ്സ് ഓസ്ട്രേലിയ. 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അവർക്ക്. അതുകൊണ്ട് തന്നെ എല്ലാം ക്ലിയർ ആയിട്ട് ചെയ്തു തരും. അതാണ് ഞാൻ അവരെ ചൂസ് ചെയ്യാനുള്ള കാരണം. ഒരു ഡിലേയും ഇല്ലാതെ തന്നെ എന്റെ എല്ലാ കാര്യങ്ങളും സെറ്റ് ആയി. ഓക്കെ എങ്കിൽ എന്നാ പിന്നെ അവരെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കട്ടെ. ഓക്കെ എന്നാ.